നാഷണൽ ലെവലിൽ ചെസ് കോമ്പറ്റീഷനിൽ വിജയം അൻപരസി എന്ന കുട്ടിയെ കൈന്നി മെട്രോ സിറ്റിയുടെ വകയായി വാത്സല്യനിധികളായ കുട്ടികളെ, എന്റെ സഹപ്രവർത്തകരെ, മറ്റും വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ആതുര സേവന മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ മെൽബിൻ അവർകൾ നമ്മളുടെ നാടിന് കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് തന്നെ നമ്മൾ പറയുന്നതിൽ അതിശയോക്തിയില്ല. ഞാൻ ഡോക്ടർ മെൽബിൻ. ഇന്ന് ഞാനുള്ളത് എരുമാട് ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇന്നിവിടെ കയ്യുന്നി മെട്രോ സിറ്റി എന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള വാട്സപ്പ് കൂട്ടായ്മയും എരുമാട് ഗേൾസ് ഹൈസ്കൂൾ ടീച്ചേഴ്സ് PTA ഭാരവാഹികളും സംയുക്തമായി സംഘടിപ്പിച്ച നാഷണൽ ലെവൽ ചെസ് ടൂർണമെന്റിൽ തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അൻപരസി ടീച്ചർ ആദരിക്കുന്ന ചടങ്ങിലാണ്. ചടങ്ങിന് മുന്നോടിയായി ഈ സ്കൂളിലെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിൻസിപ്പൽ ഷീജ മാമിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. തന്റെ വിദ്യാർത്ഥികളെ എല്ലായ്പ്പോഴും പിന്തുണച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആത്മാർത്ഥതയും കരുണയും നിറഞ്ഞ മികച്ച അധ്യാപികയാണ് ഷീജ മാം. ഞാൻ എരുമാട് വന്ന കാലം മുതൽ 10ാം ക്ലാസ് പരീക്ഷാ കാലത്ത് വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു പനി ഉണ്ടെങ്കിൽ പോലും ഉടൻ തന്നെ എന്റെ അടുത്ത് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഷീജ മാമിനെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചതിന് പിന്നാലെ അവർ ഏറെ സമയം ചെലവഴിക്കുന്നത് അവരുടെ കുട്ടികളുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും കുറിച്ചാണ്. തന്റെ വിദ്യാർത്ഥികളുടെ ഭാവിയെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന ഷീജ മാമിനെ പോലെ ഒരാളെ പ്രിൻസിപ്പളായി കിട്ടിയത് ആ വിദ്യാലയത്തിലെ കൊച്ചുങ്ങളുടെയും രക്ഷിതാക്കളുടെയും ഭാഗ്യമാണ്. അങ്ങനെ സ്കൂൾ സ്കൗട്ട് ടീമിന്റെ അകമ്പടിയോടെ വളരെ പ്രൗഢഗംഭീരമായ സ്വീകരണം തന്നെയാണ് അതിഥികളായ ഞങ്ങൾക്ക് സ്കൂൾ അധികൃതർ നൽകിയത്. രക്ഷിതാക്കളും കുട്ടികളും അടങ്ങുന്ന ആ വലിയ സദസ്സിന് മുന്നിലൂടെ ഷീജ മാം ഞങ്ങളെ ഈശ്വര പ്രാർത്ഥനയോടെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. കോമ്പറ്റീഷന് പോയ കുട്ടികൾക്ക് അനുമോദന ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ചടങ്ങ് എത്തിച്ചേർന്നിരിക്കുന്ന കയ്യുന്നി മെട്രോ സിറ്റി വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാരവാഹികളെ, അതോടൊപ്പം തന്നെ മെട്രോ സിറ്റിയുടെ വകയായി നമ്മൾ ഒരുപാട് പേരെ അറിയാതെ പോയ നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിഭയെ നമ്മുടെ നാട്ടുകാർ പലരും അറിയാതെ പോയി. നാഷണൽ ലെവൽ വരെ 2 പ്രാവശ്യം നാഷണൽ ലെവലിൽ ചെസ് കോമ്പറ്റീഷനിൽ വിജയം കൈവരിച്ച അൻപരസി എന്ന കുട്ടിയെ അനുമോദിക്കുന്നതിന് വേണ്ടി പിന്നെ ഈ അനുമോദന ചടങ്ങിനോടൊപ്പം തന്നെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളെ, വാത്സല്യനിധികളായ കുട്ടികളെ, എന്റെ സഹപ്രവർത്തകരെ, മറ്റും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അടുത്തത് അൻപരസി ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങാണ്. அனைவரும் சேர்ந்து அன்பரசுக்கு வழங்கி ஊக்குவிக்கவிருக்கின்றோம். அன்பரசி பரிசினை பெற்றுக்கொண்டு അടുത്ത് വീണ്ടും അൻപരസി ടീച്ചർക്ക് ഉപഹാരം നൽകുന്നത് കയ്യുന്നി മെട്രോ സിറ്റി വാട്സപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ് അഡ്മിനും വാർഡ് മെമ്പറുമായിട്ടുള്ള ജോർജേട്ടനാണ്. വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വോയിസ് മെസ്സേജ്, ഡോക്ടർ മെൽബിൻ അവരുടെ വോയിസ് മെസ്സേജ് ആ വാട്സപ്പ് മെസ്സേജ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട്. കാരണം അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാട്സപ്പ് മെസ്സേജിൽ നിന്നാണ് നമ്മളുടെ ഇടയിൽ ഇത്രയും കഴിവുള്ള ഒരു കുട്ടി ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം നാഷണൽ ലെവലില് ജയിച്ചു വന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ പോയി. ഇപ്പോ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത 5 പേരിൽ ഒരാളാണ് അൻപരസി എന്നത് നമ്മൾ അറിയാതെ പോയി. ഇതെല്ലാം നമ്മളെ അറിയിച്ച ആതുര സേവന രംഗത്ത് മാത്രമല്ല ജനസേവനത്തിലും മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ മെൽബിൻ അവർകൾ നമ്മളുടെ നാടിന് കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് തന്നെ നമ്മൾ പറയുന്നതിൽ അതിശയോക്തിയില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയുന്നത് തന്നെയാണ്. ആതുര സേവന രംഗത്ത് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ തീർച്ചയായും അഭിനന്ദനാർഹം തന്നെയാണ്. അദ്ദേഹത്തെ നമ്മളുടെ ഈ അനുമോദന ചടങ്ങിലേക്ക് ഞാൻ എല്ലാ ടീച്ചേഴ്സ്, നമ്മളുടെ പാരന്റ്സ്, കുട്ടികൾ, SMC, PTA മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരി, ഭാവിയിൽ നിങ്ങളെയൊക്കെ ആഗ്രഹങ്ങൾ എന്താ?
വെറുതെ ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ. മോള് പറഞ്ഞേ. കളക്ടർ ആണോ? എത്രയല്ല പഠിക്കുന്നത്? 9th. ഓക്കെ. ആഗ്രഹം എത്രത്തോളം ഉണ്ട്? കേക്കട്ടെ. കുറെ എന്ന് പറഞ്ഞ മോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മാച്ചൻ, അമ്മയ്ക്കറിയോ അച്ഛനറിയോ നിന്റെ ആഗ്രഹം? അവരെന്ത് പറഞ്ഞു? ആദ്യം 10ാം ക്ലാസ് പാസ്സാവ്, പിന്നെ +2 പാസ്സാവ്, അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നല്ലേ ആണോ? മോൾ തീർച്ചയായിട്ടും അതാകും. എന്റെ മോക്ക് അതിനുള്ള കഴിവുണ്ട് നമ്മൾ പറഞ്ഞോ? വെരി ഗുഡ്. ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് അവർക്കും ഇങ്ങനെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എത്ര പേർക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയെന്ന് ഞാൻ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തേങ്ങൽ ഇപ്പോഴും ഉള്ളിലുണ്ടാവും അല്ലേ? நம்முடைய மெல்பின் சார் கலெக்டரை இங்க வர சொல்றாங்க. எதிர்கால கலெக்டரை மேடைக்கு வருமாறு அன்போடு அழைக்கிறார். അങ്ങനെ ഭാവിയിലെ കളക്ടർ മോൾക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റും ബ്ലെസ്സിങ്ങും ഒക്കെ കൊടുത്തു. അവിടെ അറേഞ്ച് ചെയ്തിരുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. ടീച്ചറോടും ബാക്കിയുള്ള ടീച്ചേഴ്സിനോടും സ്റ്റാഫിനോടും നന്ദി പറഞ്ഞു സ്കൂളിൽ നിന്നിറങ്ങി.